പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ സാമ്പത്തികമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം അടുത്ത ഗഡു തുകയുടെ വിതരണം ആരംഭിക്കുകയാണ്. അതായത് 2000 രൂപയുടെ അടുത്ത ഗഡു തുക വിതരണം എപ്പോഴാണ് എന്നുള്ളത് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി യോജന എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ ഒരു ഗഡു തുക പോലും നാളിതുവരെയായി മുടങ്ങിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങൾക്ക് മുമ്പാകെയും കേന്ദ്ര സർക്കാർ ഈ തുക കോവിഡിന്റെ സമയങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള തുക ഇനി അങ്ങോട്ട് വിതരണം ചെയ്യുമെന്നും നമുക്കറിയാം. ഇതിന്റെ അടുത്ത ഗഡു തുക 17ാമത്തെ ഗഡു തുക 2000 രൂപ എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് എല്ലാവർക്കും. നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തുക നേരത്തെ വിതരണം ചെയ്യാതിരിക്കുന്നത്. ഈ ഒരു മാസം അവസാനത്തോടു കൂടി തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുവാൻ തന്നെ ഉള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ തുക ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ ഒരു തുക 6000 രൂപയിൽ നിന്ന് 8000 രൂപയോ 10000 രൂപ വരെയോ ഒക്കെയോ ഉയർത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈ ഒരു ആനുകൂല്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ കൂടുതലായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു EKYC ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ആളുകൾക്ക് ഈ ഒരു തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് വലിയൊരു വിഭാഗം ജനങ്ങൾ അവർക്ക് ഇത് EKYC ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്താത്തതിന്റെ പേരിലൊക്കെ തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അവർക്കെല്ലാം തന്നെ ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മുടങ്ങിക്കിടക്കുന്ന തുക 4 ഗഡുവാണെ 4 ഗഡുക്കൾ 8000 രൂപ, 3 ഗഡുവാണെ 3 ഗഡുക്കൾ 6000 രൂപ, ആ ഒരു രീതിയിൽ അടുത്ത ഗഡു തുക 17ാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുകയും ചെയ്യും. അതായത് 2000 രൂപയുടെ വിതരണ തുക കൂടാതെ തന്നെ മുടങ്ങിക്കിടക്കുന്ന 3 മാസത്തെ ഗഡുവാണെങ്കിൽ 6000 രൂപയും കൂടെ ചേർത്ത് 8000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് ചുരുക്കം. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ ഒരു പദ്ധതി തന്നെയാണ്. ഈ പദ്ധതി നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് നിർത്താൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന ഒരു പാർട്ടി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് എല്ലാ സർവേകളും തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നാൽ പോലും ഇതുപോലെ ജനപ്രിയകരമായിട്ടുള്ള അല്ലെങ്കിൽ ജനത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു തുക ഈ മാസം ഒരു അവസാനത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക. നമ്മളെ കാണുന്ന മുറയ്ക്ക് മാത്രം മറുപടി തരുമല്ലോ, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.